രാജ്യത്ത് 36 കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങളുണ്ട്. 36 എണ്ണമുണ്ട്. അതിൽ കേരളം കൂടി ഒപ്പിട്ടതോട് കൂടിയിട്ട് തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒഴികെ 34 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അവർ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ക്ലാസ് റൂമുകൾ, അവിടെ എത്താനുള്ള അപ്രോച്ചുകൾ, എല്ലാത്തിലും വളരെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. സർവ്വരാലും സ്വീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് PMC പദ്ധതി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന ഗവൺമെന്റ് ആണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അവരേതാണ്ട് 790-ലധികം വിദ്യാലയങ്ങൾ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് അവർ വികസിപ്പിച്ചു കഴിഞ്ഞു. അല്പം വൈകിയാണെങ്കിലും ശിവൻകുട്ടിക്കും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതൃത്വത്തിന് ഈ ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അവർ ഇന്ന് നേരിടുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധി എന്ന് പറയുന്നത് കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയാതെ കമ്മ്യൂണിസവും കോൺഗ്രസും മുന്നോട്ട് വെച്ച ദർശനങ്ങൾ പരാജയപ്പെടുകയും ആഗോളതലത്തിൽ ഭാരതത്തിന്റെ മുദ്രപ്പെടുത്തിക്കൊണ്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയും ചെയ്യുമ്പോൾ ഈ കാലത്തിന്റെ ചുമരെഴുത്തുകളെ ഞങ്ങൾക്ക് കാണാതിരിക്കാൻ ഇനി വയ്യ. ഈ മാറ്റത്തെ ഉൾക്കൊള്ളാതെ കേരളത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ വയ്യ. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ കേരളത്തിന്റെ മൂല്യച്യുതിയും വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയും മറികടക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ള വളരെ കൃത്യമായ തിരിച്ചറിവാണ്. അതിനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമൂഹം, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, സാമൂഹ്യ നിരീക്ഷകന്മാർ ഇവരൊക്കെ ഇത് സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിന് മാത്രമായിട്ട് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഉയർത്തുന്നത്.